സ്ലീപ് 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 സ്ലീപ്. അതിന് ഇനി കണ്ണു തുറന്നു കഴിയുമ്പോൾ അതിരുടെ പേര് അതിലേക്ക് ഓർമ്മ ഉണ്ടാവില്ല. പേര് ഞാൻ പറഞ്ഞു, രമ്യ. അതിന് ഇനി കണ്ണു തുറന്നു കഴിയുമ്പോൾ എന്നെ കാണുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. 1 2 3 വേക്കാം, 1 2 3 വേക്കാം, 1 2 3 വേക്കാം. അതിലാന്നല്ലേ പേര്? അതെ, ഇന്റർവ്യൂ ഞാൻ കണ്ടിട്ടുണ്ട്. കൊള്ളാം. ക്വസ്റ്റ്യൻ ഇല്ലെങ്കിൽ കടക്ക് പോകും. ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒന്ന് പെർഫോം ചെയ്യാം. അതിലേക്ക് 2 രീതിയിൽ എടുക്കാം. ഇതെല്ലാം വെറുതാണ്, അല്ലെങ്കിൽ ഈ ആർട്ടിനെ എൻജോയ് ചെയ്യാം. ആർട്ടിനെ എൻജോയ് ചെയ്യുക എന്ന് പറയുന്ന ഒരു ക്വാളിറ്റിയാണ്. എല്ലാവരുടെയും മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുമോ ഹിപ്നോട്ടിസം വഴിയൊക്കെ? ഇതൊരു പ്യുവർ ആർട്ട് ഫോമാണ്. അപ്പം എൻ്റെ മുമ്പിലിരിക്കുന്ന അതിനെ ഒന്ന് എക്സൈറ്റ് ആക്കുക, ചിരിപ്പിക്കുക, അതാണ് എൻ്റെ റോൾ. അതിനുവേണ്ടി നമ്മൾ പല കാര്യങ്ങളും ട്രൈ ചെയ്യും, അത്രേ ഉള്ളൂ. അതൊക്കെ ഒന്ന് തുറക്കാൻ ട്രൈ ചെയ്യാം. ട്രൈ ചെയ്യുമ്പോൾ ഡിഫിക്കൽട്ടായി കൊണ്ടിരിക്കും. തുറക്കാൻ പറ്റണില്ല. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് എന്നോടൊപ്പം ഉള്ളത്, പേര് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം, മെന്റലിസ്റ്റ് വിഷ്ണു ആണ്. വെൽക്കം. താങ്ക് യു. അതെ, എനിക്ക് തോന്നുന്നു ഇപ്പോഴാണെങ്കിലും ഒരുപാട് വീഡിയോസ് ഒക്കെ ഇൻസ്റ്റാഗ്രാമിൽ ഇടാറുണ്ട്, അതുപോലെ തന്നെ ലൈവ് ഷോസ് ചെയ്യാറുണ്ട്. അപ്പം എങ്ങനെയാണ് വിഷ്ണു ഈ ഒരു മെന്റലിസത്തിലേക്കൊക്കെ മാജിക്കിലേക്കൊക്കെ എത്തുന്നത്? കണ്ടന്റ് ക്രിയേഷൻ പണ്ട് പോലെ ഇഷ്ടമാണ്. അപ്പോൾ കോളേജ് ടൈമിലാണ് സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പോൾ ഫ്രണ്ട്സിനെ പറ്റിക്കാൻ വേണ്ടി തുടങ്ങിയതാണ് ആക്ച്വലി. സ്കൂൾ ടൈമിൽ, കോളേജ് ടൈമിൽ. പിന്നെ പാഷനായി കോളേജ് ടൈമിൽ ഇതുപോലെ കണ്ടിന്യൂ ചെയ്തു. ഓ, അപ്പം സ്വയം തന്നെ ചെയ്ത് തുടങ്ങിയതാണോ ട്രിക്സ് ഒക്കെ? സ്റ്റാർട്ടിങ് സ്വയമാണ്. പിന്നെ അത് കഴിഞ്ഞ് കോച്ചിങ് കാര്യങ്ങൾ. പിന്നെ ടെക് ആയിരുന്നു ഞാൻ. അപ്പോൾ ഇൻഫോ പാർക്കിലായിരുന്നു. അപ്പോൾ കുറച്ചാൾ കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ നിന്ന് മടുത്തപ്പോൾ വിചാരിച്ചു ഇഷ്ടമുള്ളതായിരുന്നു. അതെ, അപ്പോൾ 2-3 years ആയിട്ട് പ്രിപ്പറേഷൻ പിന്നെ സ്റ്റാർട്ടായി. പിന്നെ വീഡിയോസ് ചെയ്ത് തുടങ്ങി. ഒരുപാട് പേരെടുത്ത് ഞാൻ ചോദിച്ചിട്ടുണ്ട്, ശരിക്കും പറഞ്ഞാൽ എങ്ങനെയാണ് ഈ പെട്ടെന്ന് അല്ലെങ്കിൽ ഇങ്ങനെ ഒരാളെ, ഒന്നും അറിയത്തില്ലാത്ത ആളുടെയൊക്കെ മനസ്സ് വായിക്കാൻ പറ്റുന്നത്? ഇതൊരു ആർട്ട് ഫോമാണ്. ഇതൊരു പ്യുവർ ആർട്ട് ഫോമാണ്. അപ്പം എൻ്റെ മുമ്പിലിരിക്കുന്ന അതിനെ ഒന്ന് എക്സൈറ്റ് ആക്കുക, ചിരിപ്പിക്കുക, അതാണ് എൻ്റെ റോൾ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ പല കാര്യങ്ങളും ട്രൈ ചെയ്യും, അത്രേ ഉള്ളൂ. അല്ലാതെ മാന്ത്രികശക്തി ഒന്നും ആർക്കില്ല. അപ്പോൾ നമുക്കൊരു മെന്റലിസത്തിലേക്ക് തന്നെ പോയാലോ? മൈൻഡ് റീഡിങ്ങിലേക്ക് തന്നെ പോയാലോ? ഉറപ്പായിട്ടും. ഓക്കെ, ഞാനൊരു സംഭവം ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ. ജസ്റ്റ് ആതിരക്ക് ജസ്റ്റ് ഇമാജിൻ ചെയ്യാം ഒരു ലൈബ്രറി. ഒരു ലൈബ്രറിയിൽ ഇങ്ങനെ നടന്നു പോവുക. അപ്പോൾ കുറേ ബുക്സ് ഒക്കെ അവിടെ ഇരിപ്പുണ്ട് ലൈബ്രറിയിൽ. ഓക്കെ, ലൈബ്രറി കുറച്ച് ബുക്സ് ഇരിപ്പുണ്ട്. അതിലൊരു ബുക്ക് ഒന്ന് കണ്ണടച്ചുകൊണ്ട് ഒന്ന് തിങ്ക് ചെയ്യാവോ? ഒരു ബുക്ക് ഓപ്പൺ ആക്കി ഇമാജിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ ബുക്ക് ഓപ്പൺ ആയി കഴിയുമ്പോൾ ഇറ്റ്സ് ആൻ ഇംഗ്ലീഷ് ബുക്ക്. ഓപ്പൺ ആയി കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന് ബുക്ക് ഒന്ന് ഓപ്പൺ ആയി കഴിഞ്ഞപ്പോൾ അതിൽ ഒരു വേർഡ് മനസ്സിലേക്ക് വന്നു, കാണാൻ പറ്റുന്നുണ്ട്. ബുക്ക് തുറന്നപ്പോൾ കുറേ വേർഡ്സ് ഉണ്ട്, അതിലൊരു വേർഡ് കാണാം. ഓക്കെ, ആ വേർഡ് ഉണ്ടല്ലോ മനസ്സിൽ, അതവിടെ ഫിക്സ് ആയിക്കോട്ടെ. ഓക്കെ, ചേഞ്ച് ചെയ്യേണ്ട, അതവിടെ ഫിക്സ് ആയിക്കോട്ടെ. ഓക്കെ, ഞാൻ ആക്ച്വലി ഒരു ബോർഡ് കൊണ്ടുവന്നുണ്ട് ആക്ച്വലി. അതിൽ കണ്ണ് തുറന്ന് നോക്കാം. ഒരു വേർഡ് കണ്ടായിരുന്നു. പിന്നെ അതൊരു നോർമൽ പേപ്പർ, A4 സൈസ് പേപ്പർ, ഒരു വേർഡ് കണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ആ കണ്ട വേർഡ് ഒന്ന് ഇമാജിൻ ചെയ്യാവോ? ആ വേർഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് പറയാവോ? എന്തായിരുന്നു ആ കണ്ട വേർഡ് ആ ലൈബ്രറിയിൽ? എങ്ങനെയൊന്ന് ഇമാജിനേഷൻ എങ്ങനെ ഉണ്ടായി? നല്ലപോലെ, അതായത് ഒരു ലൈബ്രറി ആൻഡ് ഏതോ ഒരു ബുക്ക് ഞാൻ എടുത്തതുപോലെയാണ് ഇമാജിൻ ചെയ്തത്. ആൻഡ് ഒരു വേർഡ് പെട്ടെന്ന് മൈൻഡിൽ തോന്നിയൊരു വേർഡ് ബുക്കിൽ കണ്ട പോലെ തന്നെ എനിക്കത് ഫീൽ ചെയ്തൊരു വേർഡ് ഉണ്ട്. ഓക്കെ, ഞാൻ പറയണോ? പറയാം. ഓക്കെ, ഒപ്റ്റിമിസ്റ്റിക് എന്ന് പറഞ്ഞ വേർഡാണ്. ഇത് ആക്ച്വലി ഞാൻ ഈ ഷോ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ഒരു പേപ്പർ ഒന്ന് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഒരു വേർഡ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഈ പേജ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു വേർഡ് കാണാം, എന്താണെന്ന് നോക്കാം. ഒപ്റ്റിമിസ്റ്റിക്, റൈറ്റ്? ഈശ്വര, ഇത് ഞാൻ ഇങ്ങനെ വിശ്വസിക്കാണ്. കാരണം ഏതോ ഒരു ബുക്കിൽ എൻ്റെ മനസ്സിൽ തോന്നിയ, അതായത് ബുക്കിന് പോലും ഒരു നെയിം ഇല്ല, ജസ്റ്റ് ഒരു പേജ്, ലൈബ്രറിയിൽ നിന്ന് ഏതോ ഒരു ബുക്ക് എടുത്തു, ഏതോ ഒരു പേജ്, ആൻഡ് ആ വേർഡ് ഇതാ വിഷ്ണുവിനെ കാണിച്ചു തന്നിരിക്കുകയാണ്. ഇപ്പം എനിക്ക് തോന്നുന്നു ഈ ഹിപ്നോട്ടിസം പോലുള്ളതൊക്കെയാണ് തെറാപ്പീസ് ആയിട്ടൊക്കെ യൂസ്ഡ് ആണ് ഇപ്പോഴത്തെ ഈ ഒരു ജനറേഷൻ. അപ്പം ഈ ഒരു ഹിപ്നോട്ടിസം എങ്ങനെയൊക്കെയാണ്, അല്ലെങ്കിൽ ഒരാളുടെ മനസ്സിലേക്ക് കയറി ചെന്ന് ഇപ്പം ഒരുപാട് പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാനൊക്കെ പറ്റുന്നു, അപ്പം അതൊക്കെ എങ്ങനെയാണ്? ഇറ്റ്സ് കോൾഡ് മെസ്മറിസം.
ഹിപ്നോട്ടിസം എന്ന് പറയുമ്പോൾ പലരും ഫേക്കാണ് എന്നൊക്കെ പറഞ്ഞ് വരാറുണ്ട്. പക്ഷെ ഇത് ഫേക്ക് അല്ല ആക്ച്വലി. അതൊരു റിയൽ ആയിട്ടുള്ള കാര്യമാണ്. അത് നമ്മൾ അത്രയും ശ്രദ്ധിച്ച് ആളെ കെയർ ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ റിയൽ ആണ് ആക്ച്വലി നമ്മുടെ വീഡിയോസിൽ കാണുന്നത്. അപ്പോൾ നമ്മൾ പറയും ഇത് സ്ക്രിപ്റ്റഡ് ആണ്, ഇത് റീലാണ്. എനിക്ക് തോന്നുന്നു പല വീഡിയോസ് ഇപ്പൊ നമ്മൾ ചെയ്താൽ പോലും കമന്റ് ബോക്സിലൊക്കെ വന്ന്, കാരണം ഈ ഒരു എനിക്ക് തോന്നുന്നു ഈ ഒരു കലയെ മാത്രം, ഈ ഒരു ആർട്ട് ഫോമിനെ മാത്രമാണ് തോന്നുന്നു ഇത്രയും ചിലപ്പം ഓഡിയൻസിലാണെങ്കിലും ഇത് അവരെന്തോ കള്ളത്തരമാണ് ഇത് പിന്നിൽ അങ്ങനെ പറഞ്ഞു വരുന്ന ഒരു ആർട്ട് ഫോമും കൂടാണ് ഈ മെന്റലിസം അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന പരിപാടികൾ. ഇപ്പം വിഷ്ണു ആണെങ്കിലും ലൈവ് ഷോസ് ഒക്കെ ചെയ്യാറുണ്ടല്ലോ. അപ്പം എങ്ങനെയാണ് ഈ ഒരു ലൈവ് ഷോയിലൊക്കെ ഇത്രയും അധികം ഓഡിയൻസ് ഉണ്ട്, അവരിലൊക്കെ ഒരാളെ വെരി റാൻഡം ആയിട്ട് ചൂസ് ചെയ്യുന്നു, അവരുടെ മനസ്സ് വായിക്കുന്നു, അപ്പൊ എന്തൊക്കെ ഡിഫിക്കൽട്ടീസ് ഒക്കെ ആയിരിക്കും ഫേസ് ചെയ്യുന്നത്? ലൈവ് ഷോ എപ്പോഴും ഡിഫിക്കൽട്ട് ആണ് ആക്ച്വലി. ഇപ്പൊ ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് പക്ഷെ ഇഷ്ടമാണ് ആൾക്കാരുടെ ഇടയിൽ പോയി ചെയ്യാൻ. കാര്യം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പുറത്തോട്ടൊക്കെ ഇറങ്ങിയാൽ കാണാം ഒരു മനുഷ്യന് ചിരിക്കണമില്ല, എല്ലാവരും എന്തിനു വേണ്ടിയുള്ള ഓട്ടമാണ്. എന്തിനാന്ന് അവർക്കും അറിയില്ല, നമുക്കും അറിയില്ല. അപ്പൊ നമുക്ക് അവരുടെ ഫ്രണ്ടിലോട്ട് പോവാം, അതുപോലെ തന്നെ അവരെന്തെങ്കിലും എക്സൈറ്റ് ചെയ്യിക്കാം. അത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് കാര്യം എന്നെ സംബന്ധിച്ച്. പിന്നെ സോഷ്യൽ മീഡിയയിൽ കമന്റ്സും കാര്യങ്ങളൊക്കെ വരും. അത് അക്സെപ്റ്റ് ചെയ്യേണ്ട കാര്യമാണ്. എൻ്റെ അക്കൗണ്ട് ഒരു പബ്ലിക് അക്കൗണ്ടാണ്. നമ്മളെല്ലാവരും ഇപ്പോൾ വീഡിയോസ് ചെയ്യുമ്പോൾ പബ്ലിക് അക്കൗണ്ടാണ്. അവർക്ക് അവരുടേതായ സ്പേസ് ഉണ്ട്, നമുക്ക് നമ്മുടേതായ സ്പേസ് ഉണ്ട്. അവർക്ക് എന്ത് വേണമെങ്കിലും പറയാം, നമുക്ക് നമ്മുടെ വീഡിയോസ് ചെയ്യാം. എല്ലാവരുടെയും മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുമോ ഹിപ്നോട്ടിസം വഴിയൊക്കെ? എല്ലാവരുടെയും പോസിബിൾ അല്ല ആക്ച്വലി. അതാണ് ഒരു പ്യുവർ സത്യം. എല്ലാവരുടെയും പോസിബിൾ അല്ല. കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളൊരു മെന്റലിസം അല്ലെങ്കിൽ ഒരു ആർട്ട് ഫോം പെർഫോം ചെയ്യുമ്പോൾ നമ്മുടെ മാത്രം ആസ് എ മെന്റലിസ്റ്റ് എൻ്റെ പെർഫോമൻസ് ആണ് അവിടെ. ഇവിടെ കുറേ ഹിപ്നോട്ടിസം ചെയ്യുന്ന ആളും കുറേ റോളുണ്ട്. അപ്പോൾ അത് എല്ലാവർക്കും പോസിബിൾ അല്ല. അപ്പം നമുക്കൊന്ന് നോക്കിയാലോ, അങ്ങനെ എന്തെങ്കിലും ഒരു മാറ്റം നമുക്ക് ഈ സ്റ്റുഡിയോയിൽ നിന്ന് കൊണ്ടുവന്നാലോ? ഷുവർ ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ഈ കണ്ണിലേക്ക് തലയുടെ മേളിൽ കൂടെ ലോകത്തിലെ ഏറ്റവും കട്ടിയും ശക്തിയുള്ള ഒരു പശ ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കുക. അതിങ്ങനെ വീണുകൊണ്ടിരിക്കുക. ഓരോ സെക്കൻഡ് കഴിയുന്തോറും ഇത് കണ്ണിനെ പൂർണ്ണമായിട്ട് അടക്കും. നന്നായിട്ട് അടച്ചിട്ടുണ്ടാവും. നന്നായിട്ട് ഇമാജിൻ ചെയ്യാൻ മാതിരക്ക് നന്നായിട്ട് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാൻ 10 താഴെ എണ്ണുമ്പോഴേക്കും ഇത് പൂർണ്ണമായിട്ടും അടച്ചിട്ടുണ്ടാവും. ഇപ്പോൾ ആതിര പശ വീഴുന്നത് മനസ്സിലാക്കാം. തലയുടെ മേലിൽ കൂടി ഇങ്ങനെ വീണ് കണ്ണിലെത്തി, കണ്ണിൽ കൂടി ഒഴുകിക്കൊണ്ടിരിക്കുവാണ്. ഭയങ്കര കട്ടിയും ശക്തിയുള്ള പശയാണ്. ആതിരക്ക് അറിയാം ഇത് ലോകത്തിലെ ഏറ്റവും കട്ടിയും ശക്തിയുള്ള പശയാണ്. ഞാൻ 10 താഴെ എണ്ണി കഴിയുമ്പോഴേക്കും ഇത് പൂർണ്ണമായിട്ട് ഒട്ടിയിട്ടുണ്ടാവും. തുറക്കാൻ ട്രൈ ചെയ്യുന്നതും ഡിഫിക്കൽട്ട് ആയിക്കൊണ്ടിരിക്കും. 10, 9, 8, 7, 6 പക്ഷെ വീണുകൊണ്ടിരിക്കുക. 5, 4, 3, 2, 1, 0. അതൊക്കെ ഒന്ന് തുറക്കാൻ ട്രൈ ചെയ്യുമ്പോൾ ഡിഫിക്കൽട്ട് ആയിക്കൊണ്ടിരിക്കും. എന്താ ഫീൽ ചെയ്യുന്നത് ഒന്ന് പറയാമോ? തുറക്കാൻ പറ്റുന്നില്ല. പൂർണ്ണമായിട്ട് ഒട്ടിയില്ലേ? ട്രൈ ചെയ്യുമ്പോൾ എന്താ ഫീൽ? മസിൽസ് വീക്ക് ആയിക്കൊണ്ടിരിക്കും അതിരയുടെ. തുറക്കാൻ പറ്റുന്നില്ല. പക്ഷെ പേടിക്കണ്ട, ഞാൻ ഒന്ന് ക്ലാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് തുറക്കാം. ഇനി ഒന്ന് തുറക്കാവോ? ഇപ്പൊ തുറക്കാം. തുറക്കാനല്ലേ, ജസ്റ്റ് റിലാക്സ്. എന്താ ഫീൽ ചെയ്തേ? എനിക്ക് തുറക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഓക്കെ, ക്ലോസ് യുവർ ഐസ്. ടേക്ക് എ ഡീപ് ബ്രെത്ത്. അതിൽ ഞാൻ കണ്ണാണ് അടച്ചുകൊണ്ട് പിടിച്ചോളൂ. ഞാൻ ഒന്ന് എണീക്കാം പതുക്കെ. ഫ്രീ ആയിട്ട് വന്നോളൂ. ഞാൻ ടച്ച് ചെയ്യുമ്പോൾ അതിലൂടെ ഫുൾ ബോഡി വെയിറ്റ് പോകും. അതിലൂടെ പോവുക. നന്നായിട്ട് ഇമാജിൻ ചെയ്യാം. മാതിരക്ക് നന്നായിട്ട് ഇമാജിൻ ചെയ്യാം. ഞാൻ ടച്ച് ചെയ്യുമ്പോൾ അതിലൂടെ ബോഡി വെയിറ്റ് ഒക്കെ പോവും. ഇതിന് ശേഷം ഞാൻ ഭയങ്കര ഒരു ആണി ആതിരയുടെ കാലിൽ 2 കാലിലും ഞാനൊരു ആണി അടിച്ച് കയറ്റുവാണ്. നന്നായിട്ട് ഇമാജിൻ ചെയ്യാം. അത് ഭയങ്കര പെയിൻഫുള്ളാണ്. നന്നായിട്ട് പെയിൻഫുള്ളാണ്. ശരീരത്തിലെ ബോഡിയിലെ ഫുൾ വെയിറ്റും പോയി. നന്നായിട്ട് ഇമാജിൻ ചെയ്യാം. ഫുൾ ബോഡി ജസ്റ്റ് റിലാക്സ്. ഫ്രീ ആയിട്ടിരിക്കും. ഫുൾ ബോഡി വെയിറ്റ് പോയി. ആണിയുള്ളതിൻ്റെ ബലത്തിൽ മാത്രമാണ് ആതിര നിൽക്കുന്നത്. പൂർണ്ണമായിട്ടും ഫുൾ ബോഡി വെയിറ്റ് പോയി. ആണിയില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ ആതിര നിലത്തേക്ക് വീണാനെ. പക്ഷേ ഞാൻ 10 താഴെ എണ്ണി കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് ഒട്ടിയിട്ടുണ്ടാവും. അതിലേക്ക് നടക്കാൻ പറ്റില്ല. എത്ര ട്രൈ ചെയ്ത് നടക്കാൻ പറ്റില്ല. ഫുൾ ബോഡി വെയിറ്റ് പോയി. 10, 9 ഫുൾ ബോഡി വെയിറ്റ് പോയി. 8 ആണിയുടെ ബലത്തിൽ മാത്രമാണ് അതിൽ നിൽക്കുന്നത്. 7, 6, 5, 4,
3, 2, 1, 0. അതൊക്കെ ഒന്ന് നടക്കാൻ ട്രൈ ചെയ്ത് നോക്കാവോ? നടക്കാൻ ട്രൈ ചെയ്യുന്നതുകൊണ്ട് ഡിഫിക്കൽട്ട് ആയിക്കോളും. പറ്റില്ല, പൂർണ്ണമായിട്ട് ഒട്ടിയിട്ടുണ്ടാവും അവിടെ. നടക്കാൻ പറ്റുന്നില്ല. എന്താ ഫീൽ ചെയ്യുന്നത്? എനിക്ക് നടക്കാൻ പറ്റുന്നില്ല. ഓക്കെ, പൂർണ്ണമായിട്ട് ഒട്ടിയില്ലേ? ട്രൈ ചെയ്യുമ്പോൾ ഡിഫിക്കൽട്ട് ആയിക്കൊണ്ടിരിക്കും, കൂടുതൽ ഡിഫിക്കൽട്ട് ആയിക്കൊണ്ടിരിക്കും. പറ്റുന്നുണ്ടോ നടക്കാൻ? ഒന്നുകൂടെ ട്രൈ ചെയ്ത് പറ്റില്ലല്ലോ, ഒട്ടിയില്ലേ? പറ്റണില്ല എനിക്ക്. ഓക്കെ, ഞാൻ ആതിരനെ ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നടക്കാം ആതിരക്ക്. ഇനി ഒന്ന് നടക്കാവോ? പറ്റുന്നില്ല, റൈറ്റ്? യെസ്, ഇപ്പൊ ഫ്രീ അല്ലേ? ക്ലോസ് ചെയ്ത് ഇവിടെ ഇരിക്കാം. ഓക്കെ, കണ്ണ് പതുക്കെ ഒന്ന് തുറക്കാവോ? ജസ്റ്റ് ഒരു ഇമാജിനറി പോയിന്റ് ഇമാജിൻ ചെയ്യാം. ഓക്കെ, ഈ പോയിന്റിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുക. ഈ പോയിന്റിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുക. അതിൽ ഓരോ സെക്കൻഡിലും കണ്ണ് വെയിറ്റ് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് കുറച്ച് നേരം ഒന്ന് പോയിക്കൊണ്ടിരിക്കുക. കണ്ണ് വെയിറ്റ് നന്നായിട്ട് ഇമാജിൻ ചെയ്യുക. ഏറ്റവും വലിയ ട്രാൻസിലേക്കാണ് പോകുന്നത്. നന്നായിട്ട് ഇമാജിൻ ചെയ്യാം കേട്ടോ. ഓരോ സെക്കൻഡ് ചെയ്യുന്നതാണ് കണ്ണ് വെയിറ്റ് കൂടിക്കൊണ്ടേയിരിക്കും. നന്നായിട്ട് വെയിറ്റ് കൂടിക്കൊണ്ടേയിരിക്കും. സ്ലീപ്പിന് എപ്പോൾ പറഞ്ഞാൽ സ്ലീപ്പിലേക്ക് പോലെ റെഡിയാണ്. സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ സ്ലീപ്പിലേക്ക് പോലെ റെഡിയാണ്. അതുപോലെ മാത്രം ഫോക്കസ് ചെയ്യാം. ഒരു സെക്കൻഡ് ചെയ്യുന്നതിൽ കണ്ണടഞ്ഞുകൊണ്ടേയിരിക്കും. കണ്ണടഞ്ഞുകൊണ്ടേയിരിക്കും. സ്ലീപ്പ്. അതിൽ ഇനി കണ്ണു തുറന്നു കഴിയുമ്പോൾ അതിരുടെ പേര് അതിലൊക്കെ ഓർമ്മ ഉണ്ടാവില്ല. പേര് രമ്യ എന്നായിരിക്കും, രമ്യ എന്നായിരിക്കും, രമ്യ എന്നായിരിക്കും, രമ്യ എന്നായിരിക്കും പേര്, രമ്യ എന്നായിരിക്കും പേര്, രമ്യ എന്നായിരിക്കും പേര്. ആതിര എന്നുള്ള പേര് ഓർമ്മ ഉണ്ടാവില്ല. ബാക്കിയെല്ലാം ഓർമ്മ ഉണ്ടാവും, പക്ഷെ സ്വന്തം പേരായ ആതിര ഓർമ്മ ഉണ്ടാവില്ല. തൊണ്ടയിലുണ്ടാവും, പക്ഷെ പറയാൻ പറ്റില്ല. രമ്യ എന്നായിരിക്കും പേര്, രമ്യ 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 എന്നായിരിക്കും പേര്. നന്നായിട്ട് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്, നന്നായിട്ട് ഇമാജിൻ ചെയ്യാൻ പറ്റും. രമ്യ എന്നാണ് പേര് കേട്ടോ, രമ്യ. രമ്യ ഇവിടെ ഒരു ആങ്കറാണ്. രമ്യക്ക് ബാക്കി കാര്യങ്ങളൊക്കെ അറിയാം. രമ്യ ഒരു ആങ്കറാണ്. നന്നായിട്ട് ഇമാജിൻ ചെയ്യാം. ഇനി ഒന്ന് എണീക്കിച്ച് കഴിയുമ്പോൾ പേര് രമ്യ എന്നായിരിക്കും. 1, 2, 3 വെക്കാം. ഹായ്. ഹായ്. സൈനൽ ആങ്കർ ആണല്ലേ? യെസ്. ഓക്കെ, ഞാൻ ആക്ച്വലി പ്രോഗ്രാം കണ്ടിട്ടുണ്ട്. താങ്ക് യു. പേര് ഞാൻ മറന്നു. രമ്യ. രമ്യ ഞാൻ കണ്ടിട്ടുണ്ട് ആക്ച്വലി പ്രോഗ്രാം. ഉഷാറായിരുന്നു. താങ്ക് യു. രമ്യ ഇപ്പൊ ഇവിടെ എത്ര നാളായി? ഞാൻ ഇപ്പൊ കുറച്ച് നാളായി. ഉഷാറായി. പ്രോഗ്രാംസ് ഒക്കെ കാണാറുണ്ടോ? അയ്യോ, ഞാൻ ഭയങ്കര ഫാനാണ് രമ്യയുടെ. രമ്യയുടെ ഞാൻ ഇന്ന് ഭയങ്കര എക്സൈറ്റഡ് ആണ് വിഷ്ണുവിനെ ഇവിടെ ഗസ്റ്റ് ആയിട്ട് കിട്ടിയതില്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. രമ്യ, ടേക്ക് എ ഡീപ് ബ്രെത്ത്. ടേക്ക് എ ഡീപ് ബ്രെത്ത്. ലുക്ക് അറ്റ് മൈ ഐസ്. ടേക്ക് എ ഡീപ് ബ്രെത്ത്. സ്ലീപ്. എനിക്ക് ഞാൻ പറയുന്നത് നന്നായിട്ട് ഇമാജിൻ ചെയ്യാം. നന്നായിട്ട് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നത്. ഇനി കണ്ണു തുറന്നു കഴിയുമ്പോൾ ആതിര ആറന്മുള അയൽക്കൂട്ടത്തിന്റെ സെക്രട്ടറിയാണ്. ആതിര എന്നാണ് പേര്. ആറന്മുള അയൽക്കൂട്ടത്തിന്റെ സെക്രട്ടറിയാണ്. മെയിൻ ആണ് അവിടുത്തെ. 1, 2, 3 വെക്കാം. ആതിര തിരക്കായിരിക്കും അല്ലേ? ഹായ്. ഹായ്. തിരക്കായിരിക്കും അല്ലേ? കുറച്ച് തിരക്കിലായിരുന്നു. എന്തായിരുന്നു പരിപാടി? ഇവിടെ കുറെ ആൾക്കാരൊക്കെ നമ്മള് ഒരു പ്രോഗ്രാം ഇങ്ങനെ ഓർഗനൈസ് ചെയ്യുന്നതിന്റെ കുറച്ച് തിരക്കിലായിരുന്നു. പൊസിഷൻ എന്താണ് ഇവിടെ? എന്താ ചെയ്യുന്നത്? ഞാനിവിടെ ഒരു അയൽക്കൂട്ടത്തിന്റെ സെക്രട്ടറി ആണ്. അപ്പൊ അതിന്റെ ഒരു കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഓർഗനൈസ് ചെയ്ത് നമ്മളിപ്പോ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. ആദ്യം ഇനി കണ്ണു തുറന്നു കഴിയുമ്പോൾ എന്നെ കാണുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. നന്നായിട്ട് കാണാൻ പറ്റും, നന്നായിട്ട് ഇമാജിൻ ചെയ്യാൻ പറ്റും. 1, 2, 3 വെക്കാം. എന്താണ് ഇവിടെ? ഹലോ, നമസ്കാരം. നമസ്കാരം. അയ്യോ, ആതിര എന്നല്ലേ പേര്? അതെ. ഇന്റർവ്യൂ ഞാൻ കണ്ടിട്ടുണ്ട്. കൊള്ളാം. എനിക്ക് സംസാരിക്കാൻ മൈക്കൊന്നുമില്ലേ? ക്വസ്റ്റ്യൻ ഇല്ലെങ്കിൽ കടക്ക് പുറത്ത്. അയ്യോ സാർ, എനിക്ക് വാക്കുകളൊന്നും വരുന്നില്ല. എന്നാലും ടെൻഷൻ ആവണ്ട, ഞാൻ സാധാ മനുഷ്യനാണ്. അതല്ല, എനിക്ക് ഭയങ്കര പെട്ടെന്ന് ഇങ്ങനെ സാറിനെ കണ്ടപ്പോ എക്സ്പീരിയൻസ് എന്തായിരുന്നു ഒന്ന് പറയാമോ? നമ്മളെവിടായിരുന്നു ഇപ്പോ? എന്താ ഫീൽ ചെയ്തേ? നമുക്ക് ബാക്കി തുടങ്ങിയാലോ? ആരെങ്കിലും കണ്ട ഓർമ്മയുണ്ടോ? പിണറായി വിജയനെ കണ്ട ഓർമ്മയുണ്ടോ? എന്താ ഫീൽ ചെയ്തേ? അല്ല, ഞാൻ കുറച്ചു മുന്നേ അത് ഒരു ഷൂട്ടായിട്ട് സാർ വന്നതായിരുന്നു. അപ്പോ അങ്ങനെ ഒരു ഇപ്പൊ നമ്മൾ എവിടാ? തുടങ്ങിയാലോ നമുക്ക് ഇന്റർവ്യൂ? തുടങ്ങാം. ആദ്യം തൊട്ടാണോ? നമുക്ക് പെർഫോമൻസ് കഴിഞ്ഞു, ബാക്കി
ഇനി തുടങ്ങാം. Yeah. നമ്മൾ എവിടെ കട്ട് പറഞ്ഞത്? നമുക്ക് ഇനി ഹിപ്നോട്ടിസം കഴിഞ്ഞു. ഹിപ്നോട്ടിസം കഴിഞ്ഞു ഇരിക്കട്ടെ, ഇനി ബാക്കി എടുക്കാം. ഓക്കെ. അപ്പോൾ വിഷ്ണു, ഇപ്പം നമ്മൾ കുറേ ട്രിക്സും കാര്യങ്ങളൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നതൊക്കെ. അപ്പം ഇപ്പോൾ കറൻ്റ്ലി മെൻ്റലിസം ഇപ്പോഴും പഠിക്കുന്നുണ്ടോ അതോ എങ്ങനെയൊക്കെയാണ്? നമ്മളങ്ങനെ പഠിക്കാനൊരു ടൈം, പെർഫോം ചെയ്യാൻ അങ്ങനെ ഒരു ടൈമില്ല. നമ്മൾ കണ്ടിന്യൂസ് പഠിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് എന്താണ് ആളെ എക്സൈറ്റ് ചെയ്യാൻ പറ്റുന്ന ആ കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ എപ്പോഴും നമ്മൾ ലേൺ ചെയ്തുകൊണ്ടിരിക്കും. എനിക്ക് തോന്നുന്നു ആദ്യം തന്നെ ഒരു ഗുരു ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു. അപ്പം ആരായിരുന്നു ഈ മെന്റലിസത്തിന്റെ വേൾഡിലേക്ക് വിഷ്ണുവിനെ കൊണ്ടുവന്നത്? എൻ്റെ ഒരു ഫ്രണ്ട് ത്രൂവാണ് ഞാൻ എത്തുന്നത്. ആക്ച്വലി പുള്ളി ഇതിന്റെ അത്യാവശ്യം മാസ്റ്റർ ആയിരുന്നു. അപ്പോൾ പുള്ളിയാണ് എനിക്ക് എങ്ങനെ ഒരു എന്താണ് ഈ പരിപാടി കാര്യങ്ങൾ അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചാണ് ലേൺ ചെയ്തതും. അപ്പൊ പിന്നെ നമ്മൾ സ്വന്തമായിട്ട് തുടങ്ങി. ഇപ്പൊ ഈ മെന്റലിസത്തിലേക്ക് അല്ലെങ്കിൽ ഇപ്പൊ മൈൻഡ് റീഡിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാള് ഇപ്പം എന്നെ പോലൊക്കെ ഒരാൾക്ക് വരാൻ വേണ്ടി ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അപ്പൊ എങ്ങനെയൊക്കെ ആയിരിക്കും, എന്തൊക്കെ ക്വാളിറ്റീസ് ആണ് ആൾക്ക് വേണ്ടത്? ക്വാളിറ്റീസ് ഇതിനുള്ള പാഷൻ തന്നെയാണ്, ഇഷ്ടമാണ് നമ്മൾ എത്തിക്കണേ. അപ്പോൾ ഞാൻ കോളേജ് ടൈമിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എനിക്കത്ര ഓപ്പർച്യൂണിറ്റീസ് ഒന്നും ഇല്ല ഇവിടെ. പക്ഷെ നമ്മളിഷ്ടമുള്ളതുകൊണ്ട് തന്നെ പഠിച്ചു കുറേ കാര്യങ്ങൾ, പല വഴി എല്ലാം യൂസ് ചെയ്തു. അങ്ങനെ ഇന്ന വഴി എന്നൊന്നുമില്ല. അപ്പോൾ ഇനി ആർക്കെങ്കിലും പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ എനിക്ക് സ്റ്റുഡൻസ് ഉണ്ട്, എന്നെ കോണ്ടാക്ട് ചെയ്യാം. ഞാൻ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അക്കാഡമി തുടങ്ങിയിട്ടുണ്ട്. യെസ്, ഇവിടെ തന്നെ എനിക്ക് സ്റ്റുഡൻസ് ഉണ്ട്, ഞാൻ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഓൺലൈൻ ആണോ? ഓൺലൈനാ കൂടുതൽ. ഇവിടെ ഉള്ളവരും പുറത്തുള്ളവരും ഒക്കെ ഉണ്ട്. എത്ര ഡ്യൂറേഷൻ കോഴ്സ്? അങ്ങനെ ഡിപ്പെൻസ്. അത് ആളുടെ ഇത് നമുക്ക് മറ്റേ കാര്യങ്ങൾ പോലെ പറയാൻ പറ്റില്ല. ആളുടെ കേപ്പബിലിറ്റി. നമ്മൾ ആളെ ഇൻഡിവിജ്വൽ സെഷൻസ് എടുത്തു കൊടുക്കുന്നത്. നമ്മൾ അത്രയും ആളെ സെറ്റാക്കിയിട്ടാ പുറത്തേക്ക് വിടാറ്. ഓക്കെ. അപ്പൊ ഈ വന്ന വഴി, അതായത് ഇപ്പം വിഷ്ണു എന്ന് പറഞ്ഞാൽ തന്നെ തിരിച്ചറിഞ്ഞ, അതായത് ഒരു മെന്റലിസം പോലെ ട്രിക്സ് തന്നെ ചെയ്തിട്ട് അതിനുശേഷം പിന്നീട് പഠിച്ചൊക്കെയാ വന്നത്. അപ്പൊ ഈ വന്ന വഴിയിൽ എന്തെങ്കിലുമൊക്കെ ഡിഫിക്കൽട്ടീസ് വിഷ്ണു ഫേസ് ചെയ്തിരുന്നോ? ഡിഫിക്കൽട്ടീസ് ഉറപ്പായിട്ടും ഉണ്ടാവുമല്ലോ. നമ്മളിപ്പോ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിന് നെഗറ്റീവ് പറയാൻ കുറേ ആൾക്കാരുണ്ടാവും, നല്ലത് പറയാൻ കുറേ ആൾക്കാരുണ്ടാവും. പിന്നെ എൻ്റെ വീട്ടിൽ ഭയങ്കര സപ്പോർട്ടീവാണ്, അച്ഛനമ്മ എല്ലാവരും സപ്പോർട്ടീവ്, അനിയൻ എല്ലാവരും സപ്പോർട്ടീവാണ്. പിന്നെ നെഗറ്റീവ്സ് ഉണ്ടാവും. പിന്നെ നമ്മൾ അധികം ചെവി കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒന്ന് പെർഫോം ചെയ്യാം, അതിലൊക്കെ രണ്ട് രീതിയിൽ എടുക്കാം. ഇതെല്ലാം വെറുതാണ്, അല്ലെങ്കിൽ ഈ ആർട്ടിനെ എൻജോയ് ചെയ്യാം. ആർട്ടിനെ എൻജോയ് ചെയ്യുക എന്ന് പറയുന്ന ഒരു ക്വാളിറ്റിയാണ്. അത് ഇപ്പോൾ ഞാൻ ഒരാളുടെ അടുത്ത് പോകുമ്പോൾ അങ്ങനെ ആൾക്കാരെ മീറ്റ് ചെയ്യുമ്പോൾ എനിക്കും സന്തോഷം. ഡിഫിക്കൽട്ടീസ് ഓഫ് കോഴ്സ് ഉണ്ടാവും. എന്നാലും ആ ഒരു ഡിഫിക്കൽട്ടീസ് ഒക്കെ ഫേസ് ചെയ്ത് വന്നിട്ടും മീൻസ് ആൾക്കാരെ എന്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് വിഷ്ണു ഭയങ്കര എഫേർട്ട് ഇടുന്നുണ്ട്. അപ്പം അത് തന്നെ അതൊരു എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. അപ്പം എനിക്കിനി ചോദിക്കാനുള്ളതെന്ന് പറഞ്ഞപ്പം മെന്റലിസം, ഹിപ്നോട്ടിസം അതൊക്കെ നമ്മൾ പറഞ്ഞു. അതിനൊരു വേറൊരു വശം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പാരനോർമൽ ആക്ടിവിറ്റീസ്, അതുപോലെ തന്നെ ഓജോ ബോർഡ്, ഇതിനെയൊക്കെ ഒരുപാട് പേര് ഡിസ്കസ് ചെയ്യുന്നൊരു കാര്യം തന്നെയാണ്. ആക്ച്വലി ശരിക്കും ഈ നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ ഈ ഗോസ്റ്റ് കോൺസെപ്റ്റ് ഒക്കെ ഉണ്ടോ? എങ്ങനെയാണ് അതിന്റെ? എൻ്റെ വ്യൂ എനിക്ക് പറയാൻ പറ്റുള്ളൂ. എൻ്റെ വ്യൂവിൽ ഇതൊന്നുമില്ല. പക്ഷെ ഇങ്ങനത്തെ കഥകൾ എപ്പോഴും ഉണ്ടാവും. ഇപ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് പോലെ ഒരു യൂണിവേഴ്സിന് ഒരു പവർ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ വേറെ ആൾ എന്നോട് വന്നത് തെറ്റാണെന്ന് പറഞ്ഞാൽ ഞാൻ തർക്കിക്കുകയൊന്നുമില്ല. അയാൾക്കത് ശരിയായിരിക്കാം. ഇപ്പോൾ ദൈവം ഉണ്ടെന്ന് ചിലർ പറയും, ദൈവം ഇല്ല എന്നും പറയും. പക്ഷെ നമ്മുടെ നാട് എന്ന് പറയുന്നത് എല്ലാ ടൈപ്പ് ഓഫ് തോട്ട്സും എന്തുണ്ടെങ്കിലും ഇപ്പോൾ സോഷ്യൽ മീഡിയ അതിനകത്ത് പറഞ്ഞല്ലോ, രണ്ട് ടൈപ്പ് വശങ്ങളുണ്ടാവും. നല്ലതും പറയും, ചീത്തയും പറയും. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും എൻ്റെ വ്യൂവിലൊന്നുമില്ല. ഈ ഞാൻ വിശ്വസിക്കുന്നില്ല. അത് മൈൻഡ് ട്രിക്ക് തന്നെയാണ്. ഞാൻ വിശ്വസിക്കുന്നില്ല. അത് എൻ്റെ തോട്ടാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് ഭൂതം അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഇല്ല, അത്രേ ഉള്ളൂ. അത് വേറെ ആൾക്ക് വിശ്വസിക്കണമെങ്കിൽ വിശ്വസിക്കാം. പക്ഷെ കുറേയൊക്കെ പേരിൽ അതിന്റെ പേരിൽ കുറേ പേര് ചൂഷണം ചെയ്യുന്നുണ്ട്. ഇപ്പൊ എൻ്റെ അടുത്ത് തന്നെ വീഡിയോസ് ഒക്കെ ചെയ്തിട്ട് ചിലർ വന്നിട്ട് പറയാറുണ്ട് വീട്ടിൽ അങ്ങനെ പ്രശ്നങ്ങളാണ് ഇങ്ങനെ. ഞാൻ പറയും, ഞാൻ ഇതൊന്നും ഡീൽ ചെയ്യാറില്ല. ഞാൻ പക്ക എന്റർടൈനർ, അത്രേ ഉള്ളൂ. അല്ലാതെ മെന്റലിസ്റ്റ് വന്നിട്ട് ഫ്യൂച്ചർ ശരിയാക്കി തരുമോ അല്ലെങ്കിൽ എല്ലാം വെറുതെ. എൻ്റെ അടുത്ത് തന്നെ ഒരാള് ഈ ഇടയ്ക്ക് മെസ്സേജ് അയച്ചായിരുന്നു. ഒരു വീഡിയോ, പുള്ളി എന്തൊക്കെയോ കൺട്രോൾ ചെയ്യുന്നു പുള്ളി പ്രകൃതിനെ. അപ്പോൾ വീഡിയോ ഓൾറെഡി അത് കാണുന്ന ആർക്കും മനസ്സിലായി ഫേക്കാണ്. പക്ഷെ പുള്ളി ഇത് പഠിപ്പിച്ചു കൊടുക്കാം, ഇത്ര എമൗണ്ട് പേ ചെയ്യുമെന്ന് പറഞ്ഞ് പുള്ളീനെ കോണ്ടാക്ട് ചെയ്തേക്കുക. ഇങ്ങനത്തെ കുറേ
ചൂഷണങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. മെന്റലിസ്റ്റ് എന്ന് പറഞ്ഞൊരു എൻ്റർടൈൻമെൻറ്റ് ആർട്ടാണ്. അല്ലാതെ നിങ്ങളുടെ ഭാവി എന്താവും എന്നൊന്നും എനിക്കറിയില്ല. ഇപ്പോൾ ഞാൻ ആതിരയുടെ മുമ്പിൽ വന്ന് ഇരിക്കുന്നുണ്ട്. എനിക്ക് നാളെ ഞാൻ വല്ല എന്തെങ്കിലും ആവുമെന്ന് അറിയെങ്കിൽ ഞാൻ വന്ന് ഇവിടെ ഇരിക്കില്ലല്ലോ. എൻ്റെ പാഷനാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. നാളെ എന്താത്തൊന്നും എനിക്ക് പോലും അറിയില്ല. അത് കൊള്ളാം. അത് എത്ര ലൈവ് ഷോസ് വരെ, ഇപ്പം എത്ര ഷോസ് വരെ ചെയ്തിട്ടുണ്ടാവും വിഷ്ണു ഏകദേശം? ഒരു 5 to 10 ഒക്കെ ചെയ്തിട്ടുണ്ട്. മെയിൻലി ലാസ്റ്റ് ചെയ്തത് ഇവിടെ ഇൻഫെക്റ്റഡ് മോങ്സ് എന്ന് പറഞ്ഞൊരു സ്റ്റുഡിയോയിലായിരുന്നു. അങ്ങനെ തന്നെ നല്ലത് കൊടുത്തുകൊണ്ട്, അതുപോലെ തന്നെ നമ്മളെയൊക്കെ ഇനി എന്റർടൈൻ ചെയ്തുകൊണ്ട് തന്നെ ഈ ഒരു മെന്റലിസം, ഇതുപോലെ ട്രിക്സ്, ഇപ്പോൾ കുറേ അധികം ട്രിക്കുകളൊക്കെ കാണിച്ചു വിഷ്ണു. അതുപോലെ തന്നെ എല്ലാവരെയും ഇനിയും ഇങ്ങനെ എന്റർടൈൻ ചെയ്യാൻ വേണ്ടി വിഷ്ണുവിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. താങ്ക് യു സോ മച്ച്. താങ്ക് യു.